വൈജയന്തി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗംഗാധരൻ വലിയച്ഛൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങളെ കേട്ട ഉടനെ തന്നെ നമ്മുടെ മനു ചോദിക്കുന്നത്, എന്തൊരു ചോദ്യമാണ് അങ്കിളെ, അതും അങ്കിളിനെ പോലെ ഒരാള്, ഗംഗാധരൻ വലിയച്ഛനെ പോലെ റെസ്പെക്ട് ആയ ഒരാളോട്. ഇത് കേട്ട ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ നിക്ക് മനു, ഞാൻ അങ്ങനെ ചോദിച്ചു പോയി, പക്ഷെ അതിന് അയാൾ പറഞ്ഞിരിക്കുന്ന മറുപടി ഉണ്ടല്ലോ, ഉണ്ട് എന്നുള്ളതാണ്. ആ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചുപോയി. ഇതെല്ലാം കേട്ട് മനു ആണെന്നുണ്ടെങ്കിൽ ഇല്ല അങ്കിളെ, ഗംഗാധരൻ വലിയച്ഛൻ അങ്ങനെ പറയോ? ഇല്ല എന്ന് തന്നെയാണ് മനു ഉറച്ചു പറയുന്നത്. കൂടുതൽ ചോദിച്ച സമയത്ത് അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. വൈജി പ്രസവിച്ച കുഞ്ഞിനെ ഏതോ ഒരു ഓർഫനേജിൽ ദാനം ചെയ്തു എന്ന്, 2 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നും. ഇതെല്ലാം കേട്ട് മനുവിന് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. നിന്നോണ്ടിരുന്ന മനു ആണെങ്കിൽ ഇരുന്നിട്ട് തലയ്ക്ക് കൈ കൊടുത്തിങ്ങനെ ഇരിക്കുവാണേ. മനുവിന്റെ സംശയം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണമെന്നും കൂടി ബാലേന്ദ്രൻ പറയാണേ. തീർക്കാൻ വേണ്ടിയിട്ട് ഗംഗേട്ടനെ ഞാൻ ഇപ്പൊ ഫോണിൽ വിളിച്ചു തരാം. ഞാൻ വിളിച്ചാലുണ്ടല്ലോ അങ്ങേര് ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണെന്നുണ്ടെങ്കിലും ഫോൺ എടുക്കും. നിനക്ക് ഷോക്കായല്ലേ മനു? അപ്പോ വൈജയെ കല്യാണം കഴിച്ച് കഴിഞ്ഞ 22 വർഷം ആ ചതിയും വഞ്ചനയും അറിയാതെ ജീവിച്ച എനിക്കോ? പിന്നെ മനു താൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ, സോറി അങ്കിളെ, എനിക്ക് ഒന്നും പറയാനില്ല എന്നാണ് മനുവിന്റെ മറുപടി. നിന്റെ അച്ഛൻ, ചെറിയച്ഛൻ, മുത്തശ്ശൻ, നിന്റെ വെല്ലിച്ചൻ എല്ലാവരും ഈ ചതിക്ക് കൂട്ടുന്നവരാണ്. ഇതെല്ലാം കേട്ടിട്ട് മനുവിന് ആകെ ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ, സോറി എന്ന്. അത് പറഞ്ഞ് മനു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ മനു എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ അറിഞ്ഞില്ലേ, നീ ഇനി ഈ കാര്യം കൂടി അറിഞ്ഞേക്കൂ. അരികിലേക്ക് ചെന്ന് ബാലേന്ദ്രൻ, അന്ന് നിന്റെ മുത്തശ്ശനും രാമുണ്ണി മാമനും കൂടി ചേർന്നിട്ട് ഓർഫനേജിൽ ഏൽപ്പിച്ച ആ കുഞ്ഞാണ് ഇപ്പോ ഇവിടെ എന്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നിർത്തിയിരിക്കുന്ന അലീന. അത് കേട്ടിട്ട് മനു ആകെ തളർന്നു പോയ പോലെ ആവുകയാണേ. നിന്റെ മുത്തശ്ശൻ അറിയായിരുന്നു അലീന ആരാണെന്ന്, ബ്രിജിതാമ്മയ്ക്ക് അറിയായിരുന്നു, എന്റെ കൃഷ്ണമോളോട് എനിക്ക് പറയേണ്ടി വന്നു, ഇപ്പോ നീയും അറിഞ്ഞു. അലീനയ്ക്കോ എന്നുള്ള കാര്യം മനു ചോദിക്കുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് ബലിയാടായവളാണ് അവൾ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നീ പറ, വൈജി ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അത് കേട്ടപ്പോഴേക്കും നമ്മുടെ മനു ആണെങ്കിൽ പൊട്ടിയങ്ങ് കരയാണേ. അങ്കിളുടെ കൈ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് തോളിലിങ്ങനെ കിടന്ന് കരയാണേ മനു. അപ്പോഴും മനുവിന് ബാലേന്ദ്രനോട് സോറി എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അന്ന് സ്നേഹനികേതനത്തിൽ പോയപ്പോ ഞാൻ നിന്നോട് പറഞ്ഞൊരു വാക്ക് നിനക്ക് ഓർമ്മയുണ്ടോ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കൈതക്കൽ കുഞ്ഞിരാമ മേനോൻ മരണശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് കഴക്കൂട്ടം വരെ യാത്ര ചെയ്തു വന്ന് ഹോം നേഴ്സിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രിജിതാമ്മയ്ക്ക് ഡൊണേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായിരിക്കുമെന്ന്. അത് ഇതായിരുന്നു അലീന. പണ്ട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്തതാണ് കുഞ്ഞിരാമ മേനോൻ. അന്ന് ഞാനൊരു ഊഹത്തിന് പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഇപ്പോ അത് ശരിയായില്ലേ? നീ പറഞ്ഞില്ലേടാ ഞാന് കള്ളക്കഥകൾ പറഞ്ഞിട്ട് ഈ കുടുംബം തകർക്കാണ് എന്ന്. ഞാൻ കള്ളക്കഥ പറയുമ്പോഴാണോ അതോ സത്യം പറയുമ്പോഴാണോ ഈ കുടുംബം തകരുന്നതെന്ന് മനു നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനെങ്കിലേ ഞാൻ സോറി പറഞ്ഞില്ലേ ഇത്രയും നാള് ഞാൻ വെറും ഒരു വിഡ്ഢിയെ പോലെ. ഇനിയിപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, മനുവിന് തീരുമാനിക്കാം മറ്റുള്ളവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കൃഷ്ണമോളടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അവളടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആരടുത്തും പറയരുത് എന്നുള്ള കാര്യം. പക്ഷെ അവൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അങ്കിള് പറയുന്നത് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി അങ്കിള് എന്റെ അടുത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇത്രയും നാള് അങ്കിള് ഈ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ. ഇത്രയും അടുപ്പം കാണിച്ചിട്ടും രണ്ടുപേരും തന്നിൽ നിന്നത് മറച്ചു വെച്ചല്ലോ എന്നാണ് മനു ചോദിക്കുന്നത്. അലീനയെ കുറ്റം പറയണ്ട, ഞാൻ അറിയാതെ അവൾ എന്തായാലും ഒരു ചെറു വിരൽ പോലും അനക്കില്ല. അങ്കിള് ശരിക്കും അലീനയെ പൂട്ടിയിട്ടിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മനു ഒരു കച്ചിത്തുളുമ്പ് വേണ്ടേ, ഒരു പിടിവള്ളി വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഇടിച്ച് തകർത്ത് പോകും. ഇനിയിപ്പം എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്ത് ഇനി എന്താ പറയേണ്ടത് ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മുടെ മനു ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്കിളെ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ശരി എന്ന മട്ടില് ബാലേന്ദ്രനും അതിന് അനുവാദം നൽകുകയാണ്. അങ്ങനെ മനു റൂമിന്റെ പുറത്തേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോഴാണ് ശിവേട്ടൻ വൈജയെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്. വൈജി എവിടെയാന്ന് ചോദിക്കുമ്പോൾ വീട്ടിലാന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രനുമായിട്ട് നടത്തിയ ചർച്ചയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണേ. എത്തി, നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ എന്തോ അറിയാനാണ്. ശരി, എന്തായാലും അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് നീ ഒന്ന് ഇങ്ങോട്ട് വരണം എന്നാണ് വൈജയുടെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വൈജ മനു അങ്ങോട്ടേക്ക് വന്ന കാര്യത്തെക്കുറിച്ച് ശിവേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവൻ അങ്ങോട്ടേക്കാണോ വന്നത്? അതെ, അവനിപ്പോ ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് മനു അവിടെ നിൽക്കുന്നത് വൈജ കാണുന്നുണ്ടേ. ശിവേട്ട, ഇവൻ ഇവിടെ തന്നെ ഉണ്ട്, മുകളിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരി, നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വാ എന്നാണ് ശിവൻ പറയുന്നത്. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. വൈജ മനു അവിടെ നിൽക്കുന്നത് കണ്ടിട്ടും വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റാൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് പോവാണെന്നുള്ള കാര്യം അലീനയെ വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം മനു മേലെന്ന് കാണുവാണ്. അലീനയുടെ മുഖം കാണുന്ന സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന്. ഇല്ല മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി എൻ്റെ അടുത്ത് പറയണമെന്ന് കൃഷ്ണമോൾ എടുത്ത് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ്
നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ യാത്ര അയക്കുകയാണ് അലീന. അപ്പോഴേക്കും നമ്മുടെ വൈജിയാണെങ്കിൽ റെഡി ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അലീനയെ വിളിക്കുവാണ്. അലീനയുടെ അടുത്ത് പറയുന്നത്, ഞാൻ കൊല്ലപ്പള്ളി വരെ ഒന്ന് പോവാണ്, പോയിട്ട് വരുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം വരെ മാത്രമേ നീ ഇവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടാകും, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് വൈജി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം മനു അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അലീന അവിടെ നിൽക്കുമ്പോഴേക്കും അടുത്ത അവതാരം വരുന്നുണ്ട്. വേറെ ആരുമല്ല, ബബിത. ചായ ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് അലീന പറയാണേ. നിനക്ക് ഇവിടെ എന്താ പണി? എനിക്ക് ട്യൂഷന് പോകണം എന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവുകയാണ്. ഞാൻ ഇപ്പൊ ചായ ഉണ്ടാക്കി തരാന്ന് അലീന പറയുമ്പോഴേക്കും വേണ്ട, ഇനി നീ തന്നെ ഉണ്ടാക്കി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ഭവിത അവിടുന്ന് പോവാണേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മനു താഴേക്ക് ഇറങ്ങുന്നത്. അലീന കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അലീന എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഹാളിലേക്ക് അലീന വരുന്നുണ്ട്. അലീന അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നത്, എന്താ മനുവേട്ട, ചായ വേണോ എന്നാണ്. അപ്പൊ വേണോ എന്ന മട്ടിൽ തലയാട്ടുന്നുണ്ട്. ഇപ്പൊ തരാം, 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാണ് അലീന. അലീന ചായ ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിലേക്ക് മനുവും ചെന്ന് നിൽക്കുന്നുണ്ട്. മനുവിന്റെ മനസ്സിലൂടെ അലീനയെ ആദ്യം കണ്ടതു മുതൽ ഓരോരോ സംഭവങ്ങള് മനുവിന്റെ മനസ്സിലേക്ക് വരികയും അവസാനമായിട്ട് രാമുണ്യമാമനും അതുപോലെ തന്നെ നിന്റെ മുത്തശ്ശനും കൂടി ഓർഫണേജിൽ ഏൽപ്പിച്ച വൈജയന്തിയുടെ മകളാണ് അലീന എന്ന് ബാലചന്ദ്രൻ പറഞ്ഞ ആ വാക്കുകളാണ് ചെവിയിൽ മൊത്തത്തിൽ മുഴങ്ങുന്നത്. ചായ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ നോർമലി മനുവിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെ ബബിത ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തെങ്കിലും അവൾക്ക് പറഞ്ഞൂടെ? ട്യൂഷന് പോകുന്നതിന് മുമ്പ് അവൾക്ക് എല്ലാത്തിനും ദേഷ്യമാണ്. അതൊക്കെ കൃഷ്ണമോള്, അവൾക്ക് ഭയങ്കര സ്നേഹമാണ് എന്നോട്. എന്തായാലും എവിടെന്നെങ്കിലൊക്കെ കിട്ടും എനിക്ക് ഇച്ചിരി സ്നേഹം. അത് കഴിഞ്ഞിട്ടാണ് അലീന. മനു പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ. അലീന മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് മനുവിന്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണേ. ചായയെല്ലാം ഓഫ് ചെയ്തിട്ട് മനുവേട്ട എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുവാണേ. എന്തു പറ്റി മനുവേട്ട, അച്ഛൻ വഴക്ക് വല്ലതും പറഞ്ഞോ? അപ്പോഴേക്കും മനു കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, അലീന നീ ആരാണ് എന്നാണേ. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അലീനയ്ക്ക് മനസ്സിലാവാണ് മനു എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനിയെങ്കിലും നീ എന്നോട് പറ. തുടർന്ന് അലീന ചോദിക്കുന്നത്, അച്ഛൻ പറഞ്ഞോ എല്ലാ കാര്യങ്ങളും എന്നാണേ. വേറെ ആരും പറയണ്ട, നിന്നെ ഞാനല്ലേ കൂട്ടിക്കൊണ്ടു വന്നത്, അല്ലേ ഞാനല്ലേ അറിയേണ്ടത് നീ ആരാണെന്ന്. അതും മനു കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അലീനയും കരയാൻ വേണ്ടി തുടങ്ങുവാണ്. ഞാനല്ലേ നിന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത്. അത് കേട്ട ഉടനെ മനുവേട്ട സോറി, എനിക്ക് പറ്റില്ലായിരുന്നു, അതുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പാണേ മനുവിന്റെ മുമ്പിൽ അലീന. സോറി എന്നും കൂടി അലീന പറയുന്നത് കേൾക്കുമ്പോഴേക്കും മനു അങ്ങ് അലീനയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണേ. എന്നിട്ട് രണ്ടുപേരും കരയാണ്. അപ്പോഴേക്കും വൈജിയാണെന്നുണ്ടെങ്കിൽ കമലയുടെ വീട്ടിലേക്ക് എത്തി. ഉള്ളിലേക്ക് കയറി ഉടനെ തന്നെ കമലയാണ് കാണുന്നത്. ഇവിടെ വന്നവരൊക്കെ പോയോ എന്നാണ് ചോദിക്കുന്നത്. അവരൊക്കെ ഇപ്പൊ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. ശിവേട്ടനുണ്ട് അകത്ത്, നീ വാ എന്ന് പറഞ്ഞിട്ട് വൈജയും കൂട്ടിയിട്ട് കമല ഉള്ളിലേക്ക് പോവാണ്. അങ്ങനെ ശിവനാണെന്നുണ്ടെങ്കിൽ വൈജയ് നീ വന്ന് ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സോഫയിൽ ഇരുത്തി വൈജയ്ക്ക് അരികിൽ ഇരിക്കുവാണ് ശിവനും. എന്നിട്ട് ഞങ്ങള് ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചു. നിന്റെ അടുത്ത് അയാൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല വൈജയ്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങള്. സംഗതി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അലീനയുടെ കാര്യം ആദ്യം തന്നെ അങ്ങ് വിട്ട് കളയുന്നതായിരുന്നു നല്ലത്. അവളൊരു വേലക്കാരിയെ പോലെ അവിടെ കഴിഞ്ഞേനെ. ഇപ്പൊ എന്താ പറ്റിയെന്നുള്ള കാര്യം വൈജി ചോദിക്കുന്ന സമയത്ത് മണ്ണിനടിയിൽ കിടന്ന ഞാഞ്ഞോളിനെ മകുടി ഊതി ഊതി രാജവെമ്പാല ആക്കിയ അവസ്ഥയായി. ശിവേട്ടൻ പറയുന്ന കാര്യമൊന്നും വൈജിക്ക് മനസ്സിലാവുന്നില്ല. വൈജി ഇങ്ങനെ പറയുന്നുണ്ട്, ശിവേട്ട ഞാൻ തീക്കനലിന്റെ മേലെ നിൽക്കുവാണ്, ഒന്ന് തെളിച്ചു പറയുമെന്ന്. അവനുണ്ടല്ലോ ബാലേന്ദ്രൻ, അവൻ അതിബുദ്ധിമാനാണ്. അലീനയെ കഴക്കൂട്ടത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചത് ആരാണെന്നാണ് നിന്റെ വിചാരം? മനുവും ബാലേന്ദ്രനും കൂടെ എന്ന് വൈജി പറയുമ്പോ മനുവും ബാലേന്ദ്രനും ഒരു ദിവസം എണീറ്റ് അവിടെ പോയി വിളിച്ചോണ്ട് വന്നതല്ലല്ലോ ആണോ എന്ന് ചോദിക്കുമ്പോ, അല്ല നമ്മുടെ അച്ഛനല്ലേ കഴക്കൂട്ടത്ത് പോയിട്ട് അവളെ കണ്ട് ബോധിച്ചിട്ട് ബുക്ക് ചെയ്തത്. അതിനു മുമ്പ് ഒരു കാര്യം നടന്നു, ഓർമ്മയുണ്ടോ? അതെന്താന്ന് മട്ടിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വൈജ. അതോടുകൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. നാളത്തെ പ്രൊമോ വിശേഷത്തിനകത്ത് കാണിക്കുന്നത് ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, ചെയ്തു വെച്ചിരിക്കുന്ന പാപം, തന്നോട് ചെയ്തിരിക്കുന്ന ചതി, കഴിഞ്ഞ 22 വർഷമായിട്ട് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചന, ഇതിനൊക്കെ വൈജയന്തി അനുഭവിക്കണം എന്നുള്ള മട്ടിലാണ് ബാലേന്ദ്രൻ സംസാരിക്കുന്നത്. അതേസമയം വൈജയാണെന്നുണ്ടെങ്കിൽ അലീന ബാലേന്ദ്രനെ ഇങ്ങനെ ഉണ്ടായ കുഞ്ഞാണെന്നുള്ള സത്യം മനസ്സിലാക്കിയല്ലോ. അങ്ങനെ വൈജയാകെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, ഇനി നീ അവന്റെ കൂടെ എങ്ങനെയാണ് ജീവിക്കുക, ആ ചതിയന്റെ കൂടെ? അത് കേട്ടിട്ട് നെഞ്ചു പൊട്ടിയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ് വൈജ. എന്തായാലും മകളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഏത് കേസും കോടതിന്റെ പുറകെ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അലീനയ്ക്കും ആ വീട്ടിൽ സ്ഥാനമുണ്ട് എന്നുള്ള മട്ടായല്ലോ. അതുകൊണ്ട് തന്നെ വൈജയുടെ പ്ലാനൊന്നും ഇനി ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം വൈജയ്ക്ക് മനസ്സിലായി. ആ ഒരു ഇതിലാണ് മാനസികമായിട്ട് വൈജ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നത്. പക്ഷെ തിരിച്ചെത്തിയിട്ടും
അലീനയോടുള്ള ദേഷ്യമൊന്നും കുറഞ്ഞിട്ടുമില്ല. അവളോട് പതിവ് പോലെ തന്നെ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. എടി, നീ ഇവിടെ വന്ന സമയത്ത് പറഞ്ഞത് നീ ഓർഫനേജിൽ വളർന്നു എന്നും നിന്റെ അച്ഛനും അമ്മയും ആരാണെന്നൊന്നും അറിയില്ല എന്നല്ലേ? എന്നിട്ടിപ്പോ എങ്ങനെയാണ് ബാലേന്ദ്രൻ നിന്റെ അച്ഛനായെന്ന് ചോദിക്കുമ്പോ മാഡം അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. അച്ഛൻ എന്റെ സ്വന്തം അച്ഛനാണെന്ന് അലീന പറയാണ്. കാരണം വേറൊന്നും ഇനിയിപ്പോൾ അലീനയ്ക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അച്ഛൻ എല്ലാവരുടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇനി അലീനയ്ക്ക് എല്ലാവരുടെ മുമ്പിലും പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് കേൾക്കുമ്പോഴേക്കും വൈജിക്ക് അങ്ങ് എരിപിരി കയറുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്തായാലും നീയും ഞാനും കൂടി ഒരു സ്ഥലത്ത് നിൽക്കില്ല എന്നുള്ള കാര്യം. എന്നിട്ട് അലീനയെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെയാണ് അവിടുന്ന് പോകുന്നത്. ഇനി എന്തായാലും വൈജ ബാലചന്ദ്രന്റെ കൂടെ ജീവിക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോ ഡിവോഴ്സോ എന്താണ് അവരുടെ പദ്ധതി എന്നുള്ള കാര്യം അറിയില്ല. അലീനയെ എന്തായാലും ഇനി വൈജ വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പോൾ അലീനയെ കൊല്ലാനുള്ള വല്ല പദ്ധതിയോ ആയിരിക്കുമോ ഒരുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്.